ഒരു വെറൈറ്റി മതില് ചെങ്കല്ലും മറ്റേ നമ്മുടെ സിമെന്റിന്റെ 4 അടഞ്ഞ കട്ടയും കൂടി വെച്ചിട്ടുള്ള ഒരു വെറൈറ്റി. എന്നാലോ കൂടുതൽ ഡിസൈൻ വേണേനും അത് ഇവിടെ നമ്മുടെ ഓൾറൗണ്ട് കൺസ്ട്രക്ഷൻ ലത്തീഫ് ഭായിന്റെ നാട്ടിലെ ജസ്റ്റ് ഞങ്ങൾ ഇങ്ങനെ വന്നപ്പോ ഒരു മതില് കണ്ടാണ് നമ്മളെ വർക്ക് ചെയ്തല്ലേ. ഇന്നത്തെ വർക്ക് ലത്തീഫ് ഭായിക്ക് ഇവിടെ വരുന്നത്. അത് കഴിഞ്ഞ് പോകുമ്പോ ഈ ഒരു മതില് കണ്ടപ്പോഴേ വീടിന്റെ മുകളിൽ പട്ടി കെട്ടല് അതിപ്പോ സമയം 12 മണിയായപ്പോ കഴിഞ്ഞു. പക്ഷെ ഈ മതിലൊരു വെറൈറ്റി കേട്ടോ. കാരണം മതിലിന്റെ ഡിസൈൻ പണി ഉണ്ടോ, ഡിസൈൻ പണി കാണിച്ചിട്ട് പറഞ്ഞിട്ട് ഒരുപാട് ആൾക്കാർ വിളിക്കും. അപ്പൊ അങ്ങനത്തെ ഇത് സിമ്പിൾ ആണ്, എന്നാൽ കാണാൻ നല്ല ലുക്ക് ഉണ്ട്. അപ്പൊ ഇതിന്റെ ഈ ക്രിയേറ്റിവിറ്റി എങ്ങനെയാന്ന് വെച്ചിട്ടാണെങ്കിൽ ആരും എന്താ ചെയ്യാന്നറിയോ, സാങ്കേതികമായിട്ടുള്ള കാര്യങ്ങളൊക്കെ വെറുതെ കൊണ്ടുപോയി പഠിക്കലല്ല. ആദ്യം അളവ് ഡിവൈഡ് ചെയ്യണം. കണ്ടോ ചെങ്കല്ല് അവിടെ വെച്ച് കണ്ട് രണ്ട് പില്ലർ ഇവിടെ അടുത്തടുത്ത്, ചെങ്കല്ല് 2 പില്ലർ അടുത്തടുത്ത്, ഇടയിലൊരു ഇതില് ഡിസൈൻ വന്നിട്ട് എങ്ങനെ വെച്ചിട്ടാണെങ്കിൽ ഫില്ലറ്, പിന്നെ ഒരു കട്ട കുത്തനെ, പിന്നെ ഫില്ലറ്, പിന്നെ 5 കട്ട, 1 2 3 4 5. ഈ 5 കട്ട പറഞ്ഞാൽ 4 പിന്നെ അടഞ്ഞ കട്ട കേട്ടോ. അതിന് ശേഷം നോക്കിയാണ് നമ്മൾ അവിടെ കാണിച്ചത് അതേപോലെ തന്നെ ഫില്ലറിന് അവസാനിച്ചു. ഇതൊരു ബോക്സ് ആണ്. ഈ ബോക്സ് കഴിഞ്ഞ പാടാണ് എന്ത് ചെയ്യുന്നത്, ഈ ഒറ്റക്കെട്ട് വരുന്നത്. പിന്നെ അടുത്ത ബോക്സ് നല്ല ലുക്കാണ്. പിന്നെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോ ഈ കാണുന്ന ഭാഗം ഉണ്ടല്ലോ പെരന്റെ ഫ്രണ്ട് ഏരിയ മാത്രമാണ്. ഇവിടെ എന്റെ അഭിപ്രായത്തിൽ ഇങ്ങനത്തെ 3 കല്യാപ്പുള്ളത്. അപ്പോ ഇതിനോട് ഗേറ്റ് എത്തി. നേരെ മറിച്ച് ഈ ഗേറ്റിന്റെ അപ്പുറം ഫില്ലർ ഉണ്ടല്ലോ, അവിടുന്ന് അങ്ങോട്ട് ഏകദേശം ഇങ്ങനത്തെ ഒരു 10-20 ഏരിയ വരുന്നുണ്ട്. ഓരോ സൈറ്റിൽ ഓരോ മോഡൽ ഫില്ലർ കേട്ടോ. നമ്മൾ ഇപ്പുറം സൈഡിൽ നോക്കുകയാണെങ്കിൽ ഈ വീട്ടിൽ ഫില്ലർ വയ്ക്കാൻ നോർമലാണ്. ഇതൊരു സാധാരണക്കാരനാണ്, ഞാൻ മുപ്പറൊക്കെ മതി. പക്ഷെ ഈ വീട് ഡിസൈൻ വീടാണ്, അതുകൊണ്ട് ഈ വീടിന്റെ പിള്ളേർ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. സ്ലൈഡിങ് ആവും ചിലപ്പോ. സ്ലൈഡിങ് ഇവിടെ കൊടുക്കാനുള്ള വകുപ്പ് ഉണ്ടോ വെച്ചിട്ടുണ്ടെങ്കിൽ ഇല്ല, അങ്ങോട്ട് നയിക്കേണ്ടി വരും. മറ്റേ 2 കഷ്ണം വരിക. ഇനിയിപ്പോ ഞങ്ങൾക്ക് ഈ സൈറ്റിൽ ഒരു പണിമ്പാടുണ്ട്, ഞാൻ പറഞ്ഞത് അതാണ് പണി. ഇപ്പൊ ഒന്ന് ഓടിന്റെ പട്ടി കെട്ടി എന്താ സംഭവം അറിയാം. ഈ മുറ്റത്ത് വരുന്ന ഈ കിണർ വയ്ക്കാണ്, ആ വരുന്ന സ്റ്റെപ്പ് വയ്ക്കാണ്. ആ ഫസ്റ്റത്തെ സ്റ്റെപ്പിന്റെ ടോപ്പ് ലെവലിലാണ് ഈ സ്ലേവ് വെക്കുന്നത്. ഏകദേശം അത് ഒരു നമ്മൾ എത്ര വീഡിയോ കാണിച്ചാലും മണ്ടന്മാർക്ക് മനസ്സിലാവും. ഇനിയിപ്പോ എന്താ ചെയ്യണമെന്നറിയോ, ഇന്റർലോക്ക് ഇല്ലേ, ഇന്റർലോക്ക് ഏകദേശം ഈ ലെവലൊക്കെ വരും. ഏകദേശം ഇന്റർലോക്ക് ഒരു 4 ഇഞ്ച് അങ്ങനെ വന്നാൽ തന്നെ ഇതൊക്കെ അതിൽ എന്ത് ചെയ്യുന്നറിയോ, ഒന്നിലെ സമത്ത് വരും, മൂടണ്ടേ. അപ്പൊ എന്ത് ചെയ്താൽ മതി, ഈ കിണറ്റുമ്പിലുള്ള ആ വാങ്ങൽക്കെട്ടില്ലേ 2 വരി ഊരികാണ്ട് അതിൽ താത്തി വെക്കുകയാണെങ്കിൽ ഓൾക്ക് ഇതിന്റെ മുകളിൽ ചില്ലിട്ടുകാണ്ട് ഇന്റർലോക്ക് വെക്കാനുള്ള ഫെസിലിറ്റി കിട്ടുമായിരുന്നു. അത് ശ്രദ്ധിച്ചില്ല. അപ്പൊ ഇനി നമ്മൾ എന്താ ചെയ്യാന്നറിയോ, ഈ ഷീറ്റ് എടുക്കും. ഇവിടെ ബീമാണ്, ഒന്നും കണ്ടാച്ചിട്ട് കെട്ടിയിട്ടില്ലല്ലോ. JCB കൊണ്ടുവന്നിട്ട് എന്ത് ചെയ്യുന്നറിയോ, നേരെ ഇങ്ങോട്ട് മറിച്ചിട്ട് ആ 2 വരി കല്ലാക്കണം. ബാക്കി കാണുന്ന ഏപ്പത്തെ ആ 2 വരി കണ്ട പഴയ കല്ലാണ് 6ന്റെ ആ കല്ല് ഊരികാണ്ട് ഇത് താത്തി വെക്കാനാണ് പിന്നെ അടുത്ത പണി അറിഞ്ഞിട്ടുണ്ട്. അത് വൈരങ്കോടാണ്. യൂട്യൂബിലെ വർക്കുകൾ തന്നെ ഇഷ്ടം പോലെ വർക്ക് ഇങ്ങനെ വന്നുകൊടുക്കല്ലേ. നിങ്ങൾ ഗേറ്റിന്റെ പിള്ളേർ വയ്ക്കാൻ എവിടെ നിന്ന് കാണിക്കും, അങ്ങനെ ഉണ്ടെങ്കിൽ വെറൈറ്റി അല്ലേ. കൂട്ടിമുട്ടൂല അതങ്ങനെ തന്നെ. എനിക്കൊന്നും അതിന്റെ മുകളിൽ സ്ക്വയർ പൈപ്പ് ഇല്ല, ഈ സ്ക്വയർ പൈപ്പ് വെച്ചുകൊണ്ട് എന്തോ ഡിസൈൻ വരാനുള്ളതാണ്. മിച്ചത്തിന്റെ തിണ്ടുണ്ട്. പിന്നെ നമുക്ക് ഒരുപാട് പണി കാരണം ഇവിടെ കുറെ വർക്ക് മിസ് ആയിട്ടാ. ഈ സാധനം വെക്കാനൊക്കെ നമ്മൾ ക്ലൈന്റ് വിളിച്ചിട്ടുണ്ട്. പിന്നെ മതിലെ ഡിസൈൻ ആക്കി ഇവിടെ നോക്കുമ്പോ നല്ല രസമല്ലേ. ഇനിയിപ്പോ വാഴക്കണ്ട് പോട്ട് മൊത്തം ഇന്റർലോക്ക് വന്നു കഴിഞ്ഞാല് സംഭവം നേക്കണം. പക്ഷെ തേപ്പ് തേക്കേണ്ട പോലെ തേക്കണം, നല്ല രസം കിട്ടുള്ളൂ. ഇപ്പം പറയാനുള്ള കാര്യം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിലുണ്ടല്ലോ കണ്ടമാനം പണികളുണ്ട് അല്ലെ. പണിയില്ല എന്ന് പറഞ്ഞാൽ ഒരുപാട് മേസ്തിരിമാരുണ്ടാക്കുക വെറുതെയാണ്. നല്ലപോലെ പണി ആത്മാർത്ഥമായിട്ട് എടുത്ത് ചെയ്ത് കൊടുക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിലുണ്ടല്ലോ മരിക്കോളം പണി അല്ലേ. മരണം വരെ നമ്മളെ ഫീൽഡിന്റെ പ്രത്യേകത എന്താ അറിയോ, ഈ ദുനിയാവ് ഉള്ളിടത്തോളം കാലം വീട് പണി ഉണ്ടാവും. അതുകൊണ്ട് നമ്മളെ കണ്ടന്റ് ഉണ്ടാവും. ഈ മതിലിന്റെ കാര്യം ഒന്നുകൂടെ അടുത്ത് കാണണമെങ്കിൽ അങ്ങോട്ട് നോക്കി ഉൾട്ടാണ് ഉൾഭാഗട്ടോ. നമ്മൾ നേരത്തെ പുറലുണ്ടത് അവിടുന്ന് വരുന്നുണ്ട് തേച്ച അങ്ങനെ ഉണ്ടാവും. ഇനിയിപ്പോ തേപ്പ് കഴിഞ്ഞാൽ ഉണ്ടല്ലോ ഈ കാണുന്ന സ്ക്വയർ ഫ്രെയിമില്ലേ, ഈ ഫ്രെയിമിന്റെ സെന്ററിൽ നമുക്ക് വേണമെങ്കിൽ ഒന്നും പാടെ എന്ത് ചെയ്യാന്നറിയോ, തേപ്പോണ്ട് ഇവിടെ ഒരു ഡിസൈനൊക്കെ ഉണ്ടാക്കാൻ പറ്റും. പൈപ്പ് കളിച്ച് കണ്ട് നല്ല രസം ഉണ്ടാവും. ഇതാണ് ഇളങ്കല്ല് പറഞ്ഞാല്. ഞാൻ അത് മനസ്സിലാക്കാത്ത ആൾക്കാരുണ്ടാവും കുറെ. ഇളങ്കല്ല് എന്ന് പറഞ്ഞാല് ഈ കല്ലിന് പത്രന്നറിയോ, ഇപ്പൊ നമ്മളെ സൈറ്റില് ഒന്നിന് 35 ഉറുപ്പിക കിട്ടുന്നത്. പക്ഷേ വീട് പണിക്കില്ലല്ലോ, വീട് ചുമര് കെട്ടാൻ പറ്റില്ല. അതിന് വേറെ കുഴപ്പമുണ്ട്. ഇതിപ്പോ തേക്കാതെ ഇങ്ങനെ തുറന്നിട്ടിരിക്കുകയാണെങ്കിൽ ഒരു 5-6 മഴ ആ തെങ്ങുമെന്നൊക്കെ വെള്ളം ഇട്ട് കഴിഞ്ഞാല് ഇതേപോലെ ഇങ്ങനെ പൊടിഞ്ഞു വരും. തേക്കണം, ഉറപ്പ് പറഞ്ഞിട്ടുണ്ട്. സ്ട്രോങ് തേക്കണം.
നാലിലൊന്നെങ്കിലും സ്ട്രോങ് വേണം. കൊയിന്റെ അടിഭാഗത്ത് എത്തുമ്പോഴാണ് സംഭവം ഇങ്ങനത്തെ കലിട്ടുള്ളൂ. മുകളിലിട്ടൂല, മുകളിലുള്ള ഉറപ്പുള്ള ഉണ്ടാവുള്ളൂ. ഡിസൈൻ പണിക്ക് എത്തും. നമ്മളെ ഈ വീഡിയോ കോട്ടയത്തും കൊല്ലത്തുനിന്നൊക്കെ ആൾക്കാർ കാണുന്നുണ്ടാവും. ഞങ്ങൾ രണ്ടാളും നമ്മളെ നാട്ടിലുള്ള ആൾക്കാരാട്ടോ. ഞങ്ങളൊരു 1.5-2 കിലോമീറ്റർ ഡിഫറൻറ്റേ ഉള്ളൂ. അപ്പൊ ലത്തീഫ് ഭായിന്റെ എന്താ പറയുക വിശേഷങ്ങളൊക്കെ പറയും. എന്താണ്? സുഖമാണ്. ഞാനിങ്ങനെ അത് ഒരു ഇമ്പ്രൂവ്മെന്റ് ആക്കാനുള്ള പരിപാടിയിലാണ്. നമ്മൾ ഈ പരിപാടി എന്ന് പറഞ്ഞാല് നമ്മളെ കേരളക്കാർ മാത്രമല്ല ഇപ്പൊ കാണുള്ളൂ. അപ്പൊ കേരളക്കാരെ ഇനിയിപ്പോ എല്ലാവരും കണ്ടോണമെന്നില്ല. തേറി മാത്രമാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നമ്മൾ ഈ വീഡിയോ എന്ത് ചെയ്യുന്നറിയോ, ഒന്നും പാടെ ക്വാളിറ്റി കൂട്ടിയിട്ട് സബ് ടൈറ്റിൽ കൊടുക്കുക. നമ്മൾ മലയാളം പറഞ്ഞുകൊണ്ട് മാത്രമാണ് നമ്മളെ വീഡിയോ ഓടുന്നത്. ഇപ്പൊ തമിഴ്നാട്ടിലെ അണ്ണന്മാർ ഇതേ വർക്ക് ചെയ്യേണ്ടത്. പക്ഷെ എന്താ കുഴപ്പമെന്ന് അറിയോ, അതുപോലെ ഈ കോപ്പി റൈറ്റ് ഇല്ലാത്ത പാട്ട് വെച്ച് കൊടുക്കുന്നത് അതുപോലെ വീഡിയോ മുന്നോട്ട് പോകണില്ല. കാരണം അതിൽ ഉപകാരമില്ലല്ലോ. നമ്മളിപ്പോ ഈ ഒരു വർക്ക് ചെയ്യുകയാണെങ്കിൽ എങ്ങനെ ചെയ്തു, എത്ര ആള് വന്നു, അപ്പൊ ക്ലൈന്റിന് എന്തൊക്കെ ഒക്കെ കാണിച്ചു കൊടുക്കുമ്പോഴാണ് ആൾക്കാർക്ക് ഉപകാരപ്പെടുന്നത്. അപ്പോഴല്ലേ നമ്മൾ വീഡിയോ കണ്ടിന്യൂ ചെയ്യുള്ളൂ, ഫോളോ ചെയ്യുള്ളൂ. ഉപകാരം വേണ്ടേ? അപ്പൊ അതേപോലെ തന്നെ മനസ്സിലാക്കി കൊടുക്കണം. അപ്പൊ നമ്മൾ ഇങ്ങനത്തെ വർക്കുകൾ മൊത്തം നല്ല ക്യാമറയൊക്കെ മാറ്റിയിട്ട് സബ് ടൈറ്റിൽ കൊടുത്ത് ക്വാളിറ്റി കൂട്ടി കഴിഞ്ഞിട്ടാണെങ്കിൽ ഇംഗ്ലീഷ് കൊടുക്കുക. അപ്പം നമ്മളെ ലോകത്തെ എല്ലായിടത്തും ഈ കൺസ്ട്രക്ഷൻ ബേസ്ഡ് ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ടാവില്ല, ഓൾക്ക് കാണാൻ വേണ്ടിയിട്ട് അങ്ങനത്തെ ഒരു പരിപാടിക്ക് പോവാണ്. അപ്പൊ എന്തായാലും നല്ല നല്ല വീഡിയോ ഇനി നമ്മളെ വർക്ക് മാത്രമല്ല, ഇനി നമ്മളെ മാത്രമല്ല ഉണ്ടാവുക. ഇനി വെൽഡർമാരെ കൂടെ നമ്മൾ പോകും, ആശാരിമാരെ നമ്മൾ കൂടെ പോകും, സെൻട്രിങ്ങാരെ കൂടെ നമ്മൾ പോകും. അപ്പം എല്ലാ വീഡിയോയും ഒരു പെരന്റെ തറപ്പണിക്കാരെ കൂടെ പോകും, ഫൗണ്ടേഷന് അതൊക്കെ കാണിച്ചു കണ്ടാണ് ഇനി സെറ്റാക്കാൻ. ഒരു ക്ഷാമലും ഇപ്പൊ ഇന്നുണ്ടല്ലോ, ഇന്നിപ്പോ ഇതിന്റെ മുകളിൽ പട്ടി കെട്ടി ഞാൻ വീഡിയോ ആക്കിയിട്ടില്ല. അതൊരു എ ടൈപ്പ് സ്ലേവാണ്. ഞങ്ങള് 6 ആൾക്കാർ വന്നിട്ട് 12 മണിയായപ്പോൾ കെട്ടിപ്പോയി. പക്ഷെ കണ്ടന്റ് ഉണ്ട്, കാരണം അത് സെറാമിക് കൂടി ഇരിക്കാനാണ് കെട്ടിക്കേണ്ടത്. അതിൽ മാര് വെച്ചിക്കണോ, പാത്തി വരുന്ന ഏരിയ ഉണ്ട്, ഇപ്പൊ പാത്തി വെക്കണോണ്ട് എത്ര ഓടി ചാടിച്ചു വെക്കണം, ഓടിന്റെ പട്ടികന്റെ ഗ്യാപ്പ് എത്രയാണൊക്കെ പറയാൻ പറ്റുമായിരുന്നു. പക്ഷെ നമ്മൾ അങ്ങനത്തെ വീഡിയോ കുറെ ചെയ്തുകൊണ്ടാണ് എന്ത് ചെയ്യണത്, ഇന്നത് വീഡിയോ ആക്കാഞ്ഞത്. പക്ഷെ ഇപ്പോഴും ആൾക്കാർ വിളിക്കേണ്ടത് എങ്ങനെയാണെന്നറിയോ, സെറാമിക് കോഡിന്റെ ഡിസ്റ്റൻസ് എത്രയാണ്, അത് എങ്ങനെയാണ് വിരിക്കലെന്ന് ചോദിച്ചിട്ട് ഒരു പഴയ വീഡിയോ കാണൂല. അല്ല, പറയാനുള്ള കാര്യം എന്താന്ന് വെച്ചിട്ടാണെങ്കിൽ വീടുമണിന്റെ എല്ലാ ഏറ്റവും സെറ്റ് തരികട നിങ്ങള് പടവിന്റെ എല്ലാ ഐഡിയ കാണിച്ചു കൊടുക്കാം. ഞാൻ തരികട പണിയിലും അപ്പൊ അത് കംപ്ലീറ്റ് ആയി. തറ കെട്ടുക, അതിന്റെ എങ്ങനെയാണ് സ്ക്വയർ ഫീറ്റ് മറ്റേ കാര്യങ്ങൾ ഞങ്ങളെന്ന് പറഞ്ഞാല് കക്കൂസുകൂലി സ്വർണം പോവുക. ഇന്നലെ ഇതിങ്ങനത്തെ വേറെ ഉണ്ട്. ഈ മരാമത്ത് പണികൾ എന്താ അറിയോ, നമുക്ക് വൈകുന്നേരം ആകുമ്പോഴത്തേന് വീഡിയോ നമ്മളെന്നും ഒരു പെര പടവ് ചെയ്യാൻ വേണ്ടി പോയിക്കാണെങ്കിൽ ചോറാണ്. പിന്നെ ആൾക്കാർ കള്ളനാക്കും നമ്മളെ. എന്താ ഇപ്പം നാളെ 4 ആൾക്കാർ വേണോ, 3 ആൾ പോരെ, ഇന്നിപ്പോ കൂലി ഇത്ര ആയി, ഇന്ന് ഇത്ര നിർത്തിയോ അങ്ങനൊക്കെ ചോദിച്ചോണ്ടിരിക്കും. ഇത് നമ്മളില്ലേ, നമ്മളിപ്പോ ഈ വർക്കാണ്ട് കഴിഞ്ഞാൽ നമുക്കണ്ട് പോകാം. വേറെ സൈറ്റിൽ കരാറാക്കണം. കരാറ് വന്നാൽ ചില ആൾക്കാർക്ക് 100 വാടും. നമ്മളിപ്പോ വീഡിയോ ആക്കി ഔട്ട് ഇറക്കണമായിരുന്നല്ല, ഇതിന്റെ ഉൾക്കാഴ്ചകൾ, ഇൻസൈറ്റ് ഒരുപാട് തരികട നമ്മൾ അഡ്ജസ്റ്റ്മെന്റ് വേറെ നടക്കുന്നുണ്ട്. അപ്പൊ അതിനെ കുറിച്ചൊക്കെ നമ്മൾ ഫുൾ വീഡിയോ വേറെ ചെയ്യുന്നുണ്ട്. അപ്പൊ എന്തായാലും അതിന്റെ ചെയ്യാം. ഈ സൈറ്റത്തെ ഈ സംഭവങ്ങൾ നമ്മൾ നെക്സ്റ്റ് കാണിച്ചിട്ടുണ്ട്. ഇത് ഞങ്ങൾ കഞ്ഞി കുടിച്ച് വെച്ചതാ. ഇവിടെ ഒരു ഫ്രെയിം അടിച്ചു ഫുള്ള് മരം. അതായത് ആ മൂല ഒട്ടിക്കാണ്ട് ഈ മൂല വരെ ഏകദേശം 7 മീറ്റർ നീളം വരുന്നുണ്ട്. മെയിൻ ഡോറിന്റെ ഏരിയ ആണ് ഈ കാണുന്നത്. ഇവിടെ നിൽക്കണേ ഈ എൻഡ് തൊട്ടിട്ട് ഇങ്ങോട്ട് ഈ എൻഡിലേക്ക് 1.5 മീറ്ററോളം ബാക്കിയാണ്. ഇവിടെ ചുമരുണ്ടാവേണ്ട അടുത്ത് എന്ത് ചെയ്തിങ്ങനെ ഗ്ലാഡിംഗ് സ്റ്റോണിന്റെ ബദലായിട്ട് മരത്തിന് സാധനം ഒട്ടിച്ചിട്ടുണ്ട്. പിന്നെ അതേപോലെ അവിടെ 3 വിൻഡോ വരുന്നുണ്ട് ഹാളിലേക്ക്. അവിടെ ഒരു വിൻഡോ കേട്ടോ, സംഭവം പെട്ടെന്ന് കാണാൻ പറ്റൂല. ഫുള്ള് ഈ പാനൽ വെച്ചോണ്ട്, മരത്തിന്റെ പാനൽ വെച്ചോണ്ട് എന്തായാലും ആ മൂല ഇട്ടിട്ട് ഈ മൂല വരെ എന്താക്കി മൊത്തത്തിലൊരു മരമാക്കി മാറ്റിയാണ്. ഇനി ഇതുമ്മിൽ മഹാഗണി അടിച്ചാൽ മതി, അല്ല തേക്ക് എന്തൊക്കെ പറ്റും. പിന്നെ വേറെ കുഴപ്പമുണ്ട്, അതേ പാനൽ ഒടി വെച്ചിന് മരം തന്നെ കേട്ടോ. എല്ലാരും കയ്യില വെക്കല്. അതിന് പഴയ കറക്റ്റ് 45 കണ്ടോ. ഇത് മര ആണിന്റെ ഓട്ടണ്ടില്ലേ, ഇതൊക്കെ പൊട്ടിട്ട് കണ്ട് ഉഷാറാക്കും. എന്തായാലും ഒന്നുകൂടെ വർക്കേഴ്സ് ഇല്ലാത്തതുകൊണ്ടാണ് സംഭവം പണി കഴിഞ്ഞിട്ടാണെങ്കിൽ ഒരു നാക്ക് കൂടെ പണിക്കാരൊന്നും ഇല്ല, ലീവ്. അന്ന് നമ്മളെ പണി മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. കഴിഞ്ഞ രാവിലെ പോയി. അപ്പൊ ജസ്റ്റ് ലത്തീഫ് ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞപ്പോ ഞാൻ വെറുതെ ദേവജാലിക്കൽ വന്നപ്പോ ലത്തീഫിനെ ഒന്ന് കാണാൻ വേണ്ടി വന്നാണ്. അപ്പൊ കണ്ടപ്പോ ചെറിയ വിശേഷങ്ങള് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. ബൈ. ഇഷ്ടപ്പെടുന്നു. ഓക്കെ.